Hi dear friends, Rinus ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫലാഫൽ ആണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗള് വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായി കഴുകി ഊറ്റിയെടുത്തതാണ്. പിന്നെ ഇതിലോട്ട് ആവശ്യമായത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറിയ പീസാക്കിയത്, 1 സവാള ചെറുതായി കനം കുറച്ച് കട്ട് ചെയ്തത്, മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇല ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 3 ടീസ്പൂൺ കോൺഫ്ലോർ, അതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്, പാകത്തിന് ഉപ്പ്, കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് കടല ഇട്ടുകൊടുത്ത് ഒരല്പം വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട, അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കടല അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയൊരു തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറായിട്ടുണ്ട്. സ്റ്റൗവിലൊരു പാൻ വെച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഓരോ ടീസ്പൂൺ എടുത്ത് കയ്യിലേക്ക് വെച്ചുകൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുത്ത് ചൂടായ എണ്ണയിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ഭാഗം ഏകദേശം കുക്കായി വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.